ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു യാത്രയാണ് കേട്ടോ. ആഹാ, 50,000-55,000 ഹെക്ടർ സ്ഥലം ഇപ്പോഴും ആൾക്കാരുണ്ടോ? ഉണ്ട്. അവരാണ് അവിടുത്തെ സ്റ്റാഫുകളും ജോലിക്കാരെല്ലാം ശ്രീലങ്കക്കാരല്ലേ? ഇപ്പോഴത്തെ കുട്ടനാടത്തിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. വീണ്ടും പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നമ്മുടെ പാൽപ്പായസം തണുപ്പിച്ചെടുത്തവരാണ്. അടിപൊളി കാഴ്ചയാണ്. ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടവർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒറ്റ മൈൻഡ് തമിഴ്നാട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. തമിഴ്നാട് ഫുഡ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പുനലൂർ തെന്മല കൂടി ആര്യങ്കാവ് കൂടി നമ്മൾ തെങ്കാശിയിലേക്ക് ഇറങ്ങുകയാണ്. തെങ്കാശിയിൽ നിന്ന് മധുര, അങ്ങനെ ഒരുപാട് പരിപാടികളാണ്. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഫുഡും ഒക്കെ ഉള്ളൊരു കിടുക്കം വീഡിയോ ആണ്. പോകുന്ന വഴിക്ക് എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരുപാട് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളുമില്ല. ഈ പറയുന്ന പോലെ ഒറ്റ മൈൻഡ് അവിടെ നമ്മുടെ കൂടെ കൂടിയതാണ് ആൽവിൻ സാർ. നമ്മുടെ പൈസ കളിയും കേട്ടോ. നമ്മുടെ ഒരു വാക്കും വിശ്വസിച്ച് ഇറങ്ങിയതാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു യാത്രയാണ് കേട്ടോ. വേറെ ഒരു ചിന്തയില്ല. കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേസിൽ നമ്മൾ പോവാണ്. വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നേരെ ഇവിടുന്ന് തെങ്കാശി, അവിടുന്ന് മധുര, അങ്ങനെ ഇതിനിടയ്ക്കുള്ള മെയിൻ സ്പോട്ടുകളെല്ലാം കയറിയുള്ളൊരു യാത്രയായിരിക്കും കേട്ടോ. കാരണം രാവിലെ നമ്മൾ ഇറങ്ങി 5:30 ആയപ്പോൾ ഇറങ്ങി നമ്മൾ പത്തനംതിട്ട എല്ലാം കഴിഞ്ഞ് കോന്നി വരെ എത്തി കേട്ടോ. കോന്നി ടൗണ്, പത്തനാപുരം നമ്മളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. പത്തനാപുരം വേണ്ട KSRTC കിടക്കുന്നു. അതെ, പഴയ മന്ത്രിയുടെ സ്ഥലമായിരുന്നു. അതെ, അതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. ചെങ്കോട്ടെ, പുനലൂര് നേരെ. അപ്പോൾ തന്നെ നമ്മൾ പുനലൂര് എത്തിയിരിക്കുകയാണ് കേട്ടോ. പുനലൂരെ ഫേമസ് ആയിട്ടുള്ള തൂക്കുപാലമാണ്. പക്ഷെ നല്ല കാഴ്ചയാണ് കേട്ടോ. പക്ഷെ തുറന്നിട്ടില്ല. 9 മണിക്കല്ലേ? 9 മണിക്ക് തുറക്കും. അതുവരെ നമ്മൾ നിൽക്കുന്നില്ല, നമ്മൾ വിടുവാണ്. നല്ല രസം കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി. അതെ, കേരളത്തിൻ്റെ സ്വന്തം ലണ്ടൻ ബ്രിഡ്ജ്. ആ ലുക്കുണ്ടല്ലേ? അവിടെ നമ്മൾ ഒരുപാട് സമയമൊന്നും കളഞ്ഞില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അതായത് നമ്മളിവിടെ നിന്ന് ഫുൾ ടാങ്ക് ഒന്നും അടിച്ചില്ല. നമ്മളൊരു 1500 ആ ലെവലിൽ മാത്രമാണ് അടിച്ചിരിക്കുന്നത്. കാരണം പോകുന്ന വഴിക്ക് നമുക്ക് വേറെ പെട്രോൾ പമ്പ് വരും. അവിടെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പെട്രോൾ അടിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അതുകൊണ്ട് നമ്മളവിടെ ഫുൾ ടാങ്ക് ഒന്നും അടിച്ചില്ല. നമ്മളിപ്പോൾ ചെന്നിരിക്കുന്ന തെന്മല ഭാഗത്തേക്കാണ് കേട്ടോ. തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വാച്ച് ടവറിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴി തന്നെയാണ്. അടിപൊളി കാഴ്ചയാണ്. ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടവർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളും അപ്പുറത്ത് കാടാന്ന് തോന്നുന്നു. വനവും കാര്യങ്ങളൊക്കെയാണ്. രാവിലെയൊക്കെ നിങ്ങൾ വരുന്ന സമയത്താണെങ്കിൽ നിർത്തി ഒരു ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. അല്ല അളിയാ? അതെ, അടിപൊളി സ്ഥലം. അളിയനാ ഇതൊക്കെ പറഞ്ഞു തന്നോ കേട്ടോ. അതെ, തെന്മല ഭാഗത്തല്ലാവേ ഇഷ്ടംപോലെ സർക്കാരിൻ്റെ റബ്ബർ തോട്ടങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് തമിഴ് വംശരെ ഇങ്ങോട്ട് അഭയാർത്ഥികളായിട്ട് വന്നപ്പോൾ അവരെ പാർപ്പിച്ച് അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി സർക്കാർ വനം വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഇതിനകത്ത് തെന്മല ഭാഗങ്ങളിലുള്ള റബ്ബർ തോട്ടങ്ങൾ. അത് 50,000-55,000 ഹെക്ടർ സ്ഥലം ഇപ്പോഴും ആൾക്കാരുണ്ടോ? ഉണ്ട്. അവരാണ് അവിടുത്തെ സ്റ്റാഫുകളും ജോലിക്കാരെല്ലാം. ശ്രീലങ്കക്കാരല്ലേ? ഇപ്പൊ ശ്രീലങ്കയിലുള്ള തമിഴ് വംശര്. അപ്പോൾ നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള സ്ഥലങ്ങൾ അതല്ല. മൊത്തം റബ്ബർ തോട്ടം, എണ്ണപ്പനയൊക്കെ ആയിട്ടല്ലേ? അടിപൊളി. അതുകൊണ്ട് ഇതുവഴി നേരെ പോകുമ്പോഴാണ് തെന്മല ഡാമും കാര്യങ്ങളും ഒക്കെ കേട്ടോ. തെന്മല ഡാം ഒന്ന് ജസ്റ്റ് കയറി കണ്ട് നമ്മൾ ആ വഴി എങ്ങ് പോകും. കിടിലൻ റൂട്ടാട്ടോ. കിടിലൻ റൂട്ടാണോ? നല്ല രസം. പുതിയ വഴിയാണ്. മീനൊക്കെ തുറന്നു വിടുന്ന സമയത്ത് ഇവിടെ വമ്പൻ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വാ, ഓപ്പൺ അല്ല, നമുക്ക് കയറി കാണാമായിരുന്നു. നമ്മുടെ തെന്മല കല്ലട ഡാമിൻ്റെ അവിടെ എത്തിയായിരുന്നു. പക്ഷേ അത് തുറന്നിട്ടില്ല. തുറക്കുമ്പോൾ 9 മണിയൊക്കെ കഴിയും. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അടിപൊളി ഒരു വ്യൂ കിട്ടുന്നൊരു, ആ റോഡ് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു
ചെറിയൊരു ഡാം കൂടെ ഉണ്ട് കേട്ടോ. അവിടെ എത്തി, അവിടെയും തുറന്നിട്ടില്ല. പക്ഷേ അത് തുറക്കുകയാണ് നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വഴി വരുമ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ രസമായിരിക്കും. ഒരു ദിവസം ഫാമിലി ടൂർ അടിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സെറ്റപ്പ്. പക്ഷേ ഇത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ക്ലോസ് ആണ്. അറിയില്ല, നമുക്ക് അടുത്ത കാഴ്ച കിട്ടും. ഈ റൂട്ടിലെ അടുത്ത കാഴ്ച ദേണ്ട നമ്മുടെ മുമ്പിൽ വരുന്ന പാലമാണ് കേട്ടോ. കൊല്ലം തെങ്കാശി റൂട്ടിലെ മനോഹരമായ ഈ റെയിൽ പാലം. ആര്യങ്കാവ് ടണലാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ 13 പില്ലേഴ്സുള്ള ഈ മനോഹരമായ പാലം കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ റൂട്ടിൽ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പാലം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം പരിപാടിയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിലും റീൽസിലും മാത്രമാണ് ഇത് കണ്ടത് കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെയുള്ള തെങ്കാശി യാത്ര, ട്രെയിൻ യാത്ര ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നതാണ്. ഇപ്പം ഈ പാലത്തിന് ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പണ്ടത്തെ ലുക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 1904 കേട്ടോ ഈ പാലം ഓപ്പൺ ആയത്. ശരിക്കും ബ്രിട്ടീഷ് എൻജിനീയറിങ്ങിൻ്റെ ഒരു മഹത്തായ ഒരു ഉദാഹരണം തന്നെയാണ് കേട്ടോ ഈ പാലം. അല്ലേ, ഓരോ പാലത്തിനടിയിലോട്ട് വണ്ടി കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവരെല്ലാം അതുകൊണ്ട് അങ്ങോട്ടൊക്കെ കയറി. ഇവിടെ കുഴിയാണ്, ഇവിടെ കൊണ്ട് കയറ്റിയിടല്ലേ, ഇവിടെ കുഴിയുണ്ട്, നോക്കി കയറ്റിയിടണം. വമ്പനൊരു തേനീച്ചക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. തമിഴ്നാട് ബോർഡറെല്ലാം കഴിഞ്ഞ് അതേടെ പക്ക കാടാണ്. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള വമ്പൻ തമിഴ്നാട് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ചുരം ഇറങ്ങി നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തി കേട്ടോ. ശരിക്കും തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല കിടിലൻ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ നിരപ്പായിട്ടുള്ള റോഡുകളും പ്രദേശങ്ങളും ഒക്കെയാണ്. ആ കുന്നും മലകളും ഒന്നുമില്ലാത്ത നിരപ്പായ സ്ഥലം. അങ്ങും ഇങ്ങും കൃഷിയും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ നല്ലൊരു സ്പോട്ട് നോക്കി നിർത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. തമിഴ്നാടല്ല, നല്ല ദോശയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കടയാണ് കേട്ടോ നമ്മൾ ആദ്യം നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ചായ ഇല്ല, ഗ്യാസ് ഇല്ല, അതുകൊണ്ട് ചായ ഇല്ലെന്ന് പറഞ്ഞു. ഒരു ദോശയ്ക്ക് 30 രൂപ അല്ലേ, സാധാ ദോശയ്ക്ക് 30 രൂപ. അതൊക്കെയാണ് റേഞ്ച് കേട്ടോ. ഞങ്ങൾ ഓരോ ദോശ കഴിച്ചു, ഒരു മസാല, ഒരു പ്ലെയിൻ നെയ് റോസ്റ്റ് കഴിച്ചു, ഓരോ വട കഴിച്ചു, മുന്നോട്ട് പോവാണ്. തുടക്കം ഇതാണ്, ബാക്കി എന്താവും നമുക്കറിയത്തില്ല. നമ്മൾ നേരെ ഇവിടുന്ന് കുറ്റാനം വാട്ടർഫോൾസ് പോവാണ്. വാട്ടർഫോൾസ് കണ്ടിട്ട് നമ്മൾ റഹ്മത്ത് ബോർഡർ ചിക്കൻ കിട്ടുന്ന ഒരു കിടുക്കൻ കടയുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറ്റാലം വാട്ടർഫോൾസ് കണ്ടിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകും. അവിടെ പോകുന്ന വഴിക്ക് മാങ്ങാപ്പഴം വിൽക്കുന്നുണ്ട്. ഫ്രഷാണ്. 3 കിലോ 100 രൂപ. നാട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങാപ്പഴത്തിന് വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. പോകുന്ന വഴിക്ക് നമ്മൾ ഇതെല്ലാം കഴിച്ചങ്ങ് പോവുകയാണെങ്കിൽ രസമല്ലേ. അപ്പോൾ ഇത് 5 ഫോർസ് ആണ്. അപ്പോൾ ഇതിന് ടിക്കറ്റ് 60 രൂപയാണ് കേട്ടോ. നമ്മൾ 3 പേർക്ക്, ഒരാൾക്ക് 20 രൂപ ആ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുന്ന് നമ്മൾ വേണ്ടേ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. വെള്ളം കുറവാണ് കേട്ടോ. അവർ കയറിയപ്പോൾ നമ്മൾ ടിക്കറ്റ് തന്നപ്പോൾ അവർ പറഞ്ഞായിരുന്നു വെള്ളം കുറവാണ്. അതുപോലെ തന്നെ എന്നാ പറയാ, അതുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായിട്ടൊരു കാഴ്ച നമുക്കിവിടെ സമ്മാനിക്കത്തില്ല. മൺസൂണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായിരിക്കും കേട്ടോ. ഒരുപാട് പേര് വരുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വേണ്ടേ അമ്പലത്തിലെല്ലാം കയറിയിട്ട് താഴോട്ട് പോകുന്നുണ്ട്. അവിടെ ഒത്തിരി പേര് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമുണ്ട്, പക്ഷേ ഈ പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് നമ്മൾ കുട്രാലം വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ കുട്രാലം വെള്ളച്ചാട്ടത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡേറ്റ്, നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31 മെയ് ആണ് കേട്ടോ. അപ്പം
ഇതുവരെ കഴിഞ്ഞ ദിവസമാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, ഇന്നാളൊരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം അതായത് പെട്ടെന്ന് വെള്ളം വന്ന് ഒരുപാട് പേർക്ക് അപകടമൊക്കെ സംഭവിച്ചാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഒരുപാട് സേഫ്റ്റി മെഷേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഓപ്പൺ ആയത്. പക്ഷേ വെള്ളം ആയിട്ടില്ല. ടിക്കറ്റ് എടുക്കുന്നിടത്ത് പറഞ്ഞു 60 രൂപയാണ് ടിക്കറ്റ്. അവർ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പോകേണ്ട കാര്യമില്ല, വെള്ളം കുറവാന്ന് പറഞ്ഞു. എന്നാലും നിങ്ങളെ ഈ കാഴ്ച കാണിക്കണമല്ലോ. ശരിക്കും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ ശരിക്കും ഒരു ജൂൺ മാസം അവസാനമൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത്. അതായത് നല്ല വെള്ളമൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ നിന്ന് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് ഇതിൻ്റെ കുട്ടനാടത്തിൻ്റെ പ്രത്യേകത. ഒരുപാട് കടകളും നമ്മുടെ ചുറ്റും കണ്ടില്ല, ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതാണ് കുട്ടനാടൻ വെള്ളച്ചാട്ടം കേട്ടോ. ഇപ്പോഴത്തെ കുട്ടനാടത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. വെള്ളം കുറവെന്നല്ല, വളരെ കുറവാണ്. പിന്നെ ഞങ്ങൾ ഇത്രയും ദൂരം വന്നതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറിയതാണ്. വെള്ളം വീണുണ്ടാകുന്ന കുഴികളാണ് കേട്ടോ ഇത് മൊത്തം. വെള്ളം വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, ഒട്ടുമില്ല. ശരിക്കും വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ശരിക്കും വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഇനിയും പോകുന്നത് ഒരു ഉച്ചയാകുമ്പോഴേക്കും, ഒരു 12 മണിയാകുമ്പോഴേക്കും, 12:30 ആകുമ്പോഴേക്കും റഹ്മത്ത് ഹോട്ടൽ എത്തണമെന്നാണ് നമ്മുടെ ഒരു വിചാരം. ഒരു 12:30 ആകുമ്പോഴേക്കും അവിടെ നാട്ടുകോഴി ബിരിയാണി കിട്ടുമെന്നാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഈ റൂട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. ഫാമിലി ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പറ്റിയൊരു വൺ ഡേ ട്രിപ്പിന് അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാവൽപ്പഴം വിൽക്കുന്ന ഒരു കട കണ്ടു കേട്ടോ. നാട്ടിലിത് തപ്പി നടക്കുമായിരുന്നു, സംഭവം കിട്ടിയില്ലായിരുന്നു. പക്ഷേ തമിഴ്നാട് വരുമ്പോൾ ഉറപ്പായിട്ടും കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് കേട്ടോ നമുക്കൊരു ഞാവൽപ്പഴം കിട്ടിയത്. 80 രൂപയാണ് കിലോ പറഞ്ഞത്. അത് കണ്ട് മുന്നോട്ട് വരുമ്പോൾ തന്നെ ചക്ക നമ്മുടെ എന്നാ പറയുന്നത്, ഇങ്ങനെ ചകണിയൊക്കെ പറിച്ച് സെറ്റാക്കി വയ്ക്കുന്നു കേട്ടോ. ഇവിടെ ചക്ക തമിഴ്നാട് മിക്കയിടത്ത് പോയാലും നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എന്നാന്ന് വെച്ചാൽ ഇതുപോലെ ചക്ക വിൽക്കുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഴുത്തു പോകുന്നു. ഇപ്പോൾ തന്നെ അന്യൻ സിനിമ ഗാനരംഗം ഷൂട്ട് ചെയ്ത അന്യൻ പാറയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. തെങ്കാശിയിൽ നിന്ന് വളരെ വലിയ ദൂരമൊന്നുമില്ല. നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെയാണ്, മധുര പോകുന്ന റൂട്ട് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് കയറി കണ്ടിട്ട് പോകാം. നമ്മൾ അണ്ടങ്കാക്ക കൊണ്ടക്കാരി എന്നൊക്കെ പറഞ്ഞ ഡാൻസ് ഇല്ലേ നമ്മുടെ വിക്രത്തിൻ്റെ, അതാണ് സൈറ്റ്. ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഇത് മൊത്തം വീണ്ടും പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. രജനീകാന്തിൻ്റെ അതുപോലെ കമലഹാസൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കിടുക്കനാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അന്യൻ പാറ. നമ്മൾ ആ പാറ കയറി വരുമ്പോഴുണ്ടല്ലോ കിട്ടുന്ന കാഴ്ച മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ശരിക്കും നെൽപ്പാടമൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കിടിലൻ സീൻ കിട്ടും കേട്ടോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടോ അന്യം കണ്ടത്. എന്നാൽ സിനിമയും ആ പാട്ടുരംഗമൊന്നും ആരും മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. കാരണം ഉണ്ടല്ലോ, പാറ മാത്രമല്ല കേട്ടോ, ഇതിന് മുന്നിലത്തെ കാഴ്ച ഭയങ്കര രസമാണ് കേട്ടോ. എന്ത് നല്ല വ്യൂ ആണെന്നറിയാം. ശരിക്കും ആ നെൽപ്പാടമൊക്കെ നല്ല സെറ്റായി നിൽക്കുകയാണുണ്ടല്ലോ, മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കിട്ടും. ശരിക്കും ഒരു ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. സമയം നമുക്ക് 12 മണിയാണ്. ഇപ്പോൾ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളെ തെങ്കാശി യാത്രയിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ വന്ന സ്ഥലമാണ് കേട്ടോ. കാരണം ഒരു ഷൂട്ടിംഗ് നടന്ന സ്ഥലം എന്ന് മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. എന്തായിരിക്കും ഇവിടെ ചൂടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ. പക്ഷേ ഇതുകൊണ്ടില്ലേ, ഇവിടുത്തെ കാറ്റും അടിപൊളി കേട്ടോ. വരുന്നുണ്ട് നഷ്ടമില്ല. നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് സുഖമായിട്ടിരിക്കാം. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. റണ്ടക് 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 ഏല 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 ഏലമ്മ ഏല 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 ഏലമ്മ. നാട്ടിലെത്തിയാൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് എത്രയാണ്? 80 ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കായയുടെ തലയ്ക്ക് പിടിക്കുമോ? ഇല്ല. ഏകദേശം ഉച്ചയായി. നമ്മൾ വേണ്ട റഹ്മത്ത് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് തെങ്കാശിയിലെ ഫേമസ് ആയിട്ടുള്ള ബോർഡർ ചിക്കൻ കിട്ടുന്ന റഹ്മത്ത് ഹോട്ടൽ കേട്ടോ. അതായത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം വന്ന് ഫുഡ് കഴിച്ച ആ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ അകത്തെ അവസ്ഥ.
കാല് കുത്താൻ ഇടയില്ല. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ പുറകിൽ ആൾക്കാർ നിൽക്കുകയാണ് ഇരിക്കാൻ വേണ്ടി. അമ്മാതിരി തിരക്കാണ്. ഒട്ടും തിരക്കില്ലല്ലേ? ഒടുക്കത്തെ തിരക്കാട്ടോ. ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവർ തന്നെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്, റഹ്മത്ത് ഹോട്ടൽ. നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ. ആ പഴയ റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ പുതിയ റെസ്റ്റോറൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സെയിം പേരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളും എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. മറ്റേന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, സൈഡിൽ വല്ല വണ്ടി ഇട്ടിട്ട് കയറുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടുകോഴി ബിരിയാണി, അതായത് നാടൻ കോഴി ബിരിയാണി, അത് നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ ബോർഡർ സ്പെഷ്യൽ ഒരു ചിക്കനാണ്. ചിക്കൻ ഇങ്ങനെ കീറി പറിച്ചൊരു ചിക്കൻ അങ്ങനെ വേണം പറയാം കേട്ടോ. അപ്പം അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നാട്ടുകോഴിയാണ്. അതായത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് നാടൻ കോഴി, ഇവിടെ എവിടെ ചെന്നാലും നാടൻ കോഴിയാണ് മിക്കയിടത്ത് കടകളിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബിരിയാണിയാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചയായി. അപ്പോൾ നമ്മൾ ഇതാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ. അങ്ങനെ ഇതാണ്ട് ബിരിയാണി എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പൊറോട്ട കൂടെ ട്രൈ ചെയ്ത് കേട്ടോ. അതായത് തമിഴ്നാട് പൊറോട്ടയ്ക്ക് വേറെ രൂപവും ഭംഗിയും കാര്യങ്ങളും ഒക്കെയാണല്ലോ. അപ്പം ഇത് ബൺ പൊറോട്ട അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പൊറോട്ടയും നമ്മൾ മറ്റേ ചിക്കൻ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചു. നൈസായിരുന്നു, നല്ല എരിവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ദാണ്ടെ ഇല മടക്കി നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അതായത് നമുക്ക് ഇതിനെല്ലാം കൂടെ ബില്ല് വന്നിരിക്കുന്ന 1360 രൂപയാണ് കേട്ടോ 3 പേര് കഴിച്ചപ്പോൾ വന്നത്. ബിരിയാണിക്ക് നല്ല എരിവായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വേണ്ട ജിതർദാണ്ട കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറി നമ്മൾ കുടിച്ചു നോക്കിയത് കേട്ടോ. എങ്ങനെയുണ്ട്? നമ്മുടെ പാൽപ്പായസം തണുപ്പിച്ചെടുത്തവരാണ്. അടിപൊളി. എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നുന്നില്ല. അപ്പം നമ്മൾ അവിടെ നിന്നുണ്ടല്ലോ റഹ്മത്തിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വേണ്ടേ മധുരയ്ക്ക് പോവാണ് കേട്ടോ. റഹ്മത്തിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. പഴയ ഹോട്ടലിൽ ഭയങ്കര തിരക്കായിരുന്നു. അതിനകത്ത് ഓപ്പോസിറ്റ് തന്നെ അവർ തന്നെ റഹ്മത്ത് ഹോട്ടലുണ്ട്. അവിടെ അത്രയ്ക്ക് തിരക്കില്ല. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ചു. എന്നുവെച്ചാൽ അവിടെ ഏകദേശം സെയിം ഫുഡൊക്കെ തന്നെയാണ്. നല്ല എരിവാണ് കേട്ടോ. ബോർഡർ ചിക്കൻ എന്ന് പറഞ്ഞാൽ അത് ചിക്കൻ ഇങ്ങനെ നാടൻ ചിക്കനാണ്. അതിങ്ങനെ കൊത്തി അരിഞ്ഞിട്ടുള്ള അങ്ങനെ ചിക്കനുണ്ട്. ഫുള്ള് നല്ല കുരുമുളകാണ്. പിള്ളേർക്കൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊക്കെ ഓക്കെ, നമുക്ക് നല്ല രസമാണ് നാടൻ കോഴി. പിന്നെ ഞാൻ ആൾക്കാരെ ഇടിച്ചു കുത്തി നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയൊന്നും തോന്നുന്നില്ല. എന്നാലും കൊള്ളാം. ഒരുപാട് പേര് പറഞ്ഞ സ്ഥലത്ത് പോയി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസം. നല്ല രസമാണ്. മോശമൊന്നും പറയാനില്ല കേട്ടോ. മോശം ഫുഡൊന്നുമല്ല, നല്ല ഫുഡ് തന്നെ. പിന്നെ ഞാൻ വലിയ ഹൈപ്പൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ടേ ഇവിടുന്ന് മധുരയ്ക്ക് പോവാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മധുര ചെന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ മധുര എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകുന്നതാണ് കാഴ്ചകൾ. അപ്പോൾ മധുര കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും